ശ്രീ ടി പി ജയേന്ദ്രൻ മാസ്റ്റർ, ഈ ലോകത്ത് മറ്റു രാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്ന വലിയ പ്രതിസന്ധികളിൽ, യുദ്ധങ്ങളിലൊക്കെയും ഇടപെടാൻ തക്ക വിധം കരുത്തുള്ളവരായി ഭാരതം, നരേന്ദ്രമോദി മാറിയതെങ്ങനെ? നോക്കൂ കൃഷ്ണരാജ്, ഭാരതം 2014 മുമ്പ് ഭാരതം ഇതുപോലെ 2014 ശേഷം എന്ന് വിഭജിക്കപ്പെട്ടതുപോലെ ഒരു താരതമ്യം ചെയ്യുന്നത് പോലെ ഇപ്പോൾ നാം എത്തിയിരിക്കുന്നത് 2014 മുമ്പുള്ള ലോകക്രമവും 2014 ശേഷമുള്ള ലോകക്രമവും കൃത്യമായ ഒരു അതിർവരമ്പിൻ്റെ വിഭജനത്തിൻ്റെ താരതമ്യത്തിലേക്ക് നീങ്ങുകയാണ്. 2014 മുമ്പ് ലോകത്തെ ഒരുപക്ഷെ ബൈപ്പോളാർ ആയിട്ടായിരുന്നു ലോകം വിഭജിക്കപ്പെട്ടിരുന്നത്. ശാക്തിക ചേരിയിൽ അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന ഒരു ശാക്തിക ചേരിയും കൗണ്ടർ റഷ്യ നൽകുന്ന ഒരു ശാക്തിക ചേരിയും ആയിരുന്നു. ഈ രണ്ട് ചേരിയിലും നിൽക്കാതെ ചേരിചേരായ്മ എന്ന് ആലങ്കാരികമായി പറയുമ്പോഴും ഒരു പക്ഷം ചേർന്ന് തന്നെയായിരുന്നു ഭാരതം മുൻപോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ദുർബലമായ ഭാരതത്തിൻ്റെ വിദേശ നയതന്ത്ര ആഭ്യന്തര ബന്ധങ്ങൾ, ഒരുപക്ഷെ വിദേശ നയവും ആഭ്യന്തര നയവും നമുക്ക് വേറിട്ട് കാണാൻ സാധിക്കില്ല, അത് വാട്ടർ ടൈറ്റായിട്ട് വിഭജിക്കാനും കഴിയുകയില്ല. ഭാരതത്തിൻ്റെ തീരുമാനങ്ങളൊക്കെ അയൽ രാജ്യങ്ങളുടെയും ഇത്തരം ശാക്തിക രാജ്യങ്ങളുടെയും ഇംഗിതത്തിനും താല്പര്യത്തിനും അനുസരിച്ച് രൂപപ്പെടുകയായിരുന്നു. ഭാരതത്തിൻ്റെ അതിർത്തിയിലേക്ക് റോഡുകൾ നിർമ്മിക്കണമോ, വിമാനത്താവളങ്ങൾ നിർമ്മിക്കണമോ, അവിടെ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കണമോ എന്നുള്ളത് റഷ്യയെയും ചൈനയെയും ഭയന്ന് തീരുമാനമെടുക്കാതിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഇറാനിൽ നിന്നും എണ്ണ വാങ്ങണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലും ആ ദൗത്യത്തിലേക്ക് ഇന്ത്യ പോയാൽ അത് അമേരിക്കയെ ഏതു തരത്തിലായിരിക്കും ഇന്ത്യയോട് പ്രതികരിക്കുക എന്നുള്ള ഭയാശങ്കകളും നമുക്കുണ്ടായിരുന്നു. പിന്നീട് നമുക്കറിയാം, ഈ ബൈപ്പോളാർ എന്നുള്ള ലോകക്രമം ഏതാണ്ട് റഷ്യയുടെ ശാക്തികമായ ശക്തി ക്ഷയിച്ചതോടുകൂടി അതിൽ അമേരിക്കൻ കേന്ദ്രീകൃതമായ വ്യവസ്ഥയിലേക്ക് നീങ്ങുകയും ലോക പോലീസായി അമേരിക്ക മാത്രം മാറുകയും അവരുടെ ഇംഗിതത്തിനൊത്ത് താളം ചവിട്ടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഈ രാജ്യത്തെ ഭരിച്ചവർക്ക് പലപ്പോഴും കഴിഞ്ഞില്ല. ഞാൻ ആരെയും ഒറ്റപ്പെടുത്തുകയോ അല്ല. ഒരുപക്ഷെ അതിനൊരു അപവാദമായ പ്രവർത്തനം നടത്തിയത് 1998 മുതൽ 2004 വരെ ഉണ്ടായിരുന്ന AB വാജ്പേയി ആയിരുന്നു. രാജ്യത്തിൻ്റെ സൈനിക ശക്തിയിൽ അല്ലെങ്കിൽ രാജ്യത്തിലെ ആണവ പരീക്ഷണത്തിൽ മറ്റ് സാങ്കേതിക രാജ്യങ്ങളുടെ അഭിപ്രായത്തെ മാനിക്കാതെ സ്വന്തം കാലിൽ നിൽക്കുന്ന സുശക്തമായൊരു രാഷ്ട്രത്തിന് മാത്രമേ ആഭ്യന്തര വിദേശ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കൂ എന്നുള്ളതിന് ഉറച്ച പ്രഖ്യാപനമായിരുന്നു അത്. അതുമായി ബന്ധപ്പെട്ട ഉപരോധങ്ങളെയൊക്കെ സമർത്ഥമായി അതിജീവിക്കാൻ സാധിച്ചു. പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി 2014 അധികാരമേൽക്കുമ്പോൾ രാജ്യത്തിൻ്റെ ആഭ്യന്തരവും വൈദേശികവുമായ ബന്ധങ്ങളെയും ശക്തികളെയും പോഷിപ്പിക്കാനായിരുന്നു. പലപ്പോഴും അതിൽ നമുക്ക് പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഉലകം ചുറ്റും വാലിബൻ, കാര്യമില്ലാതെ പോകുന്ന എന്നൊക്കെ ഉണ്ടായിരുന്നു. അയൽ രാജ്യങ്ങളുമൊക്കെയായുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിലും വളരെ കൃത്യമായ മുൻകാലങ്ങളിലുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉറച്ചതും വ്യവസ്ഥാപിതവും വ്യക്തവുമായ താല്പര്യങ്ങളോടെയാണ് ഭാരതം മുന്നോട്ട് പോയത്. അങ്ങനെ 10 വർഷം കൊണ്ട് രാജ്യത്തിൽ മറ്റുള്ളവരുടെ പ്രതികരണമല്ല, രാജ്യം തൻകാലിൽ നിന്നുകൊണ്ട് ലോകക്രമത്തിൽ നമ്മളുടേതായ കാഴ്ചപ്പാടുകളുടെ സംഭാവനയായിരുന്നു ഭാരതം മുൻപോട്ട് വെച്ചത്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ യാത്രകൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, രാജ്യത്തിൻ്റെ ആഭ്യന്തരമായുള്ള വളർച്ച, രാജ്യത്തിൻ്റെ സാമ്പത്തികമായ മുന്നേറ്റം, വ്യവസായ രംഗത്തുണ്ടായ മുന്നേറ്റം, ഉൽപ്പാദന രംഗത്ത് ആയുധങ്ങളുടെ ഇറക്കുമതിയിൽ, കയറ്റുമതിയിൽ, പുതിയ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്ന കാര്യത്തിൽ, അതിർത്തിയിലേക്കുള്ള റോഡുകൾ, റെയിൽപാളങ്ങൾ, ആയുധങ്ങൾ വാങ്ങുന്ന കാര്യങ്ങൾ, അതോടൊപ്പം അയൽ രാജ്യങ്ങളെ വിശ്വാസമെടുത്തുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ. സ്വാഭാവികമായിട്ടും അതാണ് ഇവിടെ പലരും ഒരുപക്ഷെ അതിലൊക്കെ വളരെ അവഗാഹമുള്ള മോഹൻ വർഗീസിനെ പോലെയും യുദ്ധരംഗത്തെക്കുറിച്ച് ബോധമുള്ള ശ്രീ ഡെന്നീസ് സാറിന് ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, ആ വളർച്ച ഇന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായിട്ടുമുള്ള നല്ല ബന്ധം ആഗ്രഹിക്കുകയും ഭാരതത്തിൻ്റെ നയങ്ങളിൽ ഊന്നിയുള്ള വിദേശ നയം രൂപീകരിക്കുകയും ചെയ്ത ഒരു രാഷ്ട്രമായി ഭാരതം മാറിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ രേഖപ്പെടുത്തപ്പെട്ട മാതിരിയിൽ ഓരോ വിഷയത്തിൻ്റെയും പരിസമാപ്തിക്ക് ഒരു സമയമുണ്ട്, ഒരു നിമിത്തമുണ്ട്. കാലം ചിലതിനൊക്കെ ചില പരിഹാരങ്ങൾ നിർദ്ദേശിക്കും. അതുമായി ഇത്തരം പരിഹാരങ്ങൾക്ക് ചില നിമിത്തങ്ങളും ആവശ്യമുണ്ട്. ഒരുപക്ഷെ മോഹൻ വർഗീസും ഡെന്നീസ് സാറും പറഞ്ഞ മാതിരിയിൽ അത്തരമൊരു സാഹചര്യം ഏതാണ്ട് രൂപപ്പെടുത്തുകയാണ്. അത്തരമൊരു സാഹചര്യം രൂപപ്പെടുമ്പോൾ അതിൽ നിന്നും കൈകട്ടി മാറി നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നുള്ള ധീരമായ പ്രഖ്യാപനമാണ്
ഭാരതത്തിൻ്റെ വിദേശകാര്യമന്ത്രിയും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയും ഇപ്പോൾ ഭാരതത്തിൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവിലൂടെ ലോകം ആഗ്രഹിക്കുന്ന അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ കൂടെയുള്ള പിന്തുണയോടുകൂടി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം പ്രധാനമന്ത്രി വ്യക്തമായി പറഞ്ഞു. വ്ളാഡിമിർ പുടിനെ ആലിംഗനം ചെയ്യുകയും അതേ ആലിംഗനം സെലൻസ്കിയെ ചെയ്യുമ്പോൾ ആ രണ്ട് രാജ്യങ്ങളോടും കൃത്യമായൊരു സന്ദേശമാണ് നൽകിയത്. അമേരിക്കയുടെ ഇംഗിതത്തിന് വഴങ്ങാതെ തന്നെ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാനെടുത്ത തീരുമാനവും അതോടൊപ്പം തന്നെ റഷ്യയുമായുള്ള ബന്ധങ്ങൾ യുക്രൈനുമായുള്ള ബന്ധങ്ങളിൽ അല്പം പോലും ഇടിവരാതെ സൂക്ഷിക്കുകയും രണ്ടുപേരോടും തുല്യ സമദൂരവും സമശിഷ്ടവുമായ സർവസ്പർശിയായ ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യുന്നതിൽ നരേന്ദ്രമോദി വിജയിച്ചതായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നു. ഇപ്പോൾ നോക്കൂ, വളരെ കൃത്യമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു, ഭാരതത്തിനൊരു പക്ഷമുണ്ട്. ഭാരതം കൃത്യമായി നിഷ്പക്ഷമല്ല. ഭാരതത്തിൻ്റെ പക്ഷം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ പക്ഷമാണ്. ഈ കാലഘട്ടത്തിൽ യുദ്ധം കൊണ്ട് ആർക്കും ഒന്നും നേടാനില്ല.